വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാനിന്റെ ഏറ്റവും പവിത്രമായ സവിശേഷതകളിലൊന്ന് ആ ദിവസങ്ങളിൽ വിശ്വാസികൾ നിരന്തരമായി നിർവഹിക്കുന്ന ദാനധർമ്മങ്ങളാണ്. ഐച്ഛികമായ ദാനധർമ്മവും നിർബന്ധമായ ദാനധർമ്മവും. സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദാനത്തിൽ നിന്ന്, അത്തരത്തിലുള്ള ഉദാരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു തരത്തിലും നിർവാഹമില്ലാത്ത വിധമാണ് അതിന്റെ പ്രാധാന്യത്തെ പരിശുദ്ധ ദീന് പരിചയപ്പെടുത്തുന്നത്. പണമുണ്ടായിട്ട് കൊടുക്കാം, സമ്പന്നനായ ശേഷം ദാനം ചെയ്യാം, സൗകര്യങ്ങളെല്ലാം വന്നതിന് ശേഷം കൂടുതൽ ഉദാരമായി പ്രവർത്തിക്കാം, വല്ല പ്രയാസങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിയതിനു ശേഷം കൃത്യമായി ദാനം ചെയ്യുന്നൊരു ശീലം ആരംഭിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ച് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നവർ നമുക്കിടയിൽ ഉണ്ടാവാം. പ്രിയപ്പെട്ടവരെ, ദാനധർമ്മത്തിന് അങ്ങനെ ഒരു സമയമില്ല. നമുക്കുള്ളതിന്റെ ഒരു വിഹിതം കൊടുക്കാൻ സന്നദ്ധമാകുക എന്നതാണ്. നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഏതു വിധേനയും ഭക്ഷണത്താൽ, വിഭവത്താൽ, ദാനധർമ്മങ്ങളാൽ, സാമ്പത്തിക സഹായത്താൽ, അതിനൊന്നും സാധിച്ചില്ലെങ്കിൽ തന്റെ പുഞ്ചിരി കൊണ്ടെങ്കിലും നിങ്ങൾ മറ്റുള്ളവന് ഈ ദാനത്തെ കൊടുത്തുകൊണ്ടേയിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന പരിശുദ്ധമായ മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. മറ്റൊരാളുടെ വേദനയിൽ, അവരുടെ പരിഭവങ്ങളിൽ, അവരുടെ വിഷമഘട്ടങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളിൽ നമ്മളും കൂടെയുണ്ടാകുക എന്നതാണ് പ്രധാനം. ഇന്ന് അവർ അനുഭവിക്കുന്ന പ്രതിസന്ധി നാളെ എനിക്കും അനുഭവപ്പെടാൻ ഒരു നിമിഷ നേരത്തെ ജീവിത സാഹചര്യങ്ങളിലുള്ള മാറ്റങ്ങൾ വന്നാൽ ധാരാളം മതിയാകും. ഏതൊരാൾക്കും ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളോ സൗകര്യങ്ങളോ ശാശ്വതമല്ല. ഏത് നിമിഷത്തിലും അത് കീഴ്മേൽ മറിഞ്ഞ് തകിടം മറിയാവുന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ഒന്നുകൊണ്ടല്ലാതെ, അവന്റെ ഔദാര്യം കൊണ്ടല്ലാതെ, അവന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൊണ്ടല്ലാതെ ഒരുവനും ജീവിതത്തിന്റെ സൗഭാഗ്യങ്ങളെ നിലനിർത്താൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരു വിശ്വാസി ശീലിക്കേണ്ടുന്ന ഏറ്റവും നല്ല നന്മകളിലൊന്ന് താൻ സമ്പാദിക്കുന്ന, ഒരുക്കിക്കൂട്ടുന്ന സാമ്പത്തികമായ സൗകര്യങ്ങളിൽ നിന്ന്, വിഭവങ്ങളിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരു വിഹിതം തന്റെ ചുറ്റുമുള്ള അർഹരായ മനുഷ്യരിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പുവരുത്തലാണ് നമ്മുടെ കടമ. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ്, അത് നമ്മെ തേടി എത്തുന്നതിന് മുമ്പ് നമുക്ക് ലഭിച്ചതിൽ നിന്ന്, അള്ളാഹു നൽകിയതിൽ നിന്ന് നിങ്ങളും ഞാനും ചെലവഴിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് വയഖൂല റബ്ബി ലൗല അഖർതനി ഇല അജലിൻ ഖരീബ്, അവസാനം ഇനി എനിക്കൊരു സമയം കിട്ടിയിരുന്നുവെങ്കിൽ, കുറച്ചുകൂടി ദീർഘിപ്പിച്ചിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ കാത്തു നിൽക്കുന്നത് കൊണ്ടോ സമയം നീട്ടിക്കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. കൃത്യസമയത്ത് അള്ളാഹു അനുഗ്രഹം നൽകിയ സമയത്ത്, സൗഭാഗ്യങ്ങൾ കയ്യിലുള്ള സമയത്ത് എടുത്തു കൊടുക്കാൻ മനുഷ്യന് കഴിയുക എന്നതാണ് പ്രധാനം. ആ അർത്ഥത്തിലുള്ള നന്മ മനുഷ്യനുണ്ടാവുക എന്നതാണ് പരിശുദ്ധ റമദാൻ ആവശ്യപ്പെടുന്നത്. ദാനധർമ്മങ്ങളുടെ ദിനങ്ങളാണ് ഇനി വരുന്നത്. അവസാന ദിവസങ്ങളിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിച്ചു വീശുന്ന കാറ്റുപോലെ കയ്യിലുള്ളതെല്ലാം കൊടുക്കാൻ മനസ്സുകൊണ്ട് വ്യഗ്രത കാണിക്കുന്ന, അങ്ങനെ ആ അർത്ഥത്തിൽ താല്പര്യം കാണിക്കുന്ന ദിനരാത്രങ്ങളും മണിക്കൂറുകളുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാനം ചെയ്യാൻ, ദാനധർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ പരിശുദ്ധമാക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.